എനിക്ക് ഈ പറഞ്ഞ പോലെ BPD ഉണ്ട്. അത് കാരണം എനിക്ക് ഈ പറഞ്ഞ എല്ലാം എക്സ്ട്രീം ആയിരിക്കും. ഇപ്പൊ എമോഷൻസ് ഒക്കെ എക്സ്ട്രീമാണ്. പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചൈൽഡ്ഹുഡ് അത്ര അടിപൊളിയല്ലായിരുന്നു. പിന്നെ അതിൽ നിന്നൊക്കെയാണ് ക്യാമറയാണ് സേവ് ചെയ്തത്. എല്ലാം കഴിഞ്ഞ് അവസാനിച്ചെന്നുള്ള മൈൻഡിലായിരുന്നു. ബട്ട് ലൈഫേ ഉള്ളൂ, എന്തും കാര്യമില്ല, ഫേസ് ചെയ്യുക. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ അത് ദിലീഷ് പോത്തൻ എന്ന വലിയ ഡയറക്ടർ ആക്ടറിന്റെ ചൈൽഡ്ഹുഡ് ചെയ്യാൻ പറ്റി. ഇത് ചെയ്ത് കണ്ടിട്ട് ദിലീഷ് ഏട്ടൻ എന്താ പറഞ്ഞത്? അത് അന്ന് ദിലീഷ് ഏട്ടന്റെ ഒരു സീൻ ഉണ്ട്, മരത്തിന്റെ മേലൊരു സീൻ എടുക്കുന്നത്. അപ്പം ആ സീൻ കഴിഞ്ഞിട്ടാണ് ദിലീഷ് ഏട്ടൻ അവിടെ വരണേ. ഞാൻ പിന്നെ നോക്കിട്ടു, എടാ നീ ഞാനാണോ ഞാൻ നീയാണോ ചോദ്യം. കഴിഞ്ഞിട്ട് വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പറഞ്ഞ് ഇതേണക്കാണ് ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാരും ഫോട്ടോ ഒക്കെ അയച്ചു തരുന്നുണ്ട് അങ്ങനെ കുറെ. അപ്പം പറയും ചെറുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരാളല്ലേ എന്നൊക്കെ പറഞ്ഞ് അയച്ചു തരുമായിരുന്നു. സാഹചര്യം ഒത്തിയിട്ടില്ലായിരുന്നു. അത് എങ്ങനെയൊക്കെയോ നീട്ടം കൊണ്ടുവന്നു. അതെ, ഉമ്മച്ചിയും പപ്പയൊക്കെയാണ് ഭയങ്കര എക്സൈറ്റഡ്. കാരണം വർഷങ്ങളായിട്ട് ഞാനിപ്പോ എനിക്ക് തോന്നുന്നു ഞാൻ 5ൽ 6ൽ പഠിച്ചോണ്ടുന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ ഈ MP4 പ്ലെയർ അറിയാമോ, അത് 3GB ക്യാമറ. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ട്രൈപോഡൊന്നുമില്ല. അപ്പൊ അവിടെയൊക്കെ കട്ടിയൊക്കെ വെച്ച് ഷൂട്ടൊക്കെ ചെയ്ത് നമ്മുടെ മൈക്രോസോഫ്റ്റിന്റെ പ്രസന്റേഷൻ ഇല്ലേ അതിനകത്തൊക്കെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അന്നത്തെ ഓരോ ആ ഒരു ടൈമിൽ ഞാൻ വിട്ടുകൊടുത്തില്ല, ഞാൻ ഒന്നിനും വിട്ടുകൊടുത്തില്ല. ഞാൻ എന്റെ ഇതിൽ തന്നെ പാഷൻ തന്നെ മുന്നോട്ട് പിടിച്ച്. അതിന് പലർക്കും പല സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിരിക്കും. അപ്പൊ എനിക്ക് ഈ പറഞ്ഞൊക്കെ എന്റെ ഇതായിരിക്കും. അപ്പൊ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. അപ്പൊ വീട്ടുകാരാണെങ്കിലും ഭയങ്കര ഹാപ്പിയാണ് അക്കാര്യത്തില്. കാരണം അവർക്ക് പ്രൗഡാണ് അവര്. എന്തെങ്കിലും പറയട്ടെ, അറിയത്തില്ല, ഞാൻ എന്തായാലും പോവാ, ഒന്നും ഒരു പിടുത്തമില്ല. പക്ഷെ കഷ്ടപ്പെട്ടു, കുറെ പ്രശ്നങ്ങൾ ലൈഫിലുണ്ടായി. അതൊക്കെ എനിക്ക് അത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്യൂലായിട്ട് എടുത്ത് ഞാൻ മുന്നോട്ട് പോയി. ഇതിന് കൊടുത്തില്ല എവിടെയും. എല്ലാരും അതും ഇതൊക്കെ പറയുമ്പോഴാണെങ്കിലും ഞാൻ ഫോക്കസ് ഒറ്റ കാര്യത്തിലായിരുന്നു, എത്തണം. ഹായ്, ഹലോ ഗലറി വിഷൻ വ്യൂവേഴ്സ്. നമ്മളുടെ തിയേറ്ററുകളിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന ചിത്രത്തിൽ വലിയ ദുരൂഹതകളൊന്നും ഇല്ലാണ്ട് നമുക്കെല്ലാം വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ്. ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ തന്നെ എൻ്റെ തൊട്ടിപ്പുറത്ത് ഈ ഇദ്ദേഹത്തെ കാണിക്കുമ്പോൾ തന്നെ ഇത് നമ്മുടെ തൃക്കടനല്ലേ ഇത് ആ എക്സൈറ്റ്മെന്റിൽ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദാറ്റ്സ് ഗുഡ്, എല്ലാവരും തിരിച്ചറിയുന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഗസ്റ്റ് യെസ് ഹാഫിസ് സജീവ് അല്ലെങ്കിൽ തൃക്കണ്ണൻ. നമസ്കാരം ആൻഡ് വെൽക്കം. ബ്രോ, എന്നെ ഉണ്ട് വിശേഷങ്ങൾ? അതായത് സിനിമയാണ്, അതായത് ഇത് ഈ എല്ലാ ജേർണിയുടെയും ഈ കണ്ടന്റ് ക്രിയേഷന്റെയും നമ്മളുടെ ഈ ഒരു ഇത്രയും കാലത്തെ ഒരു ജേർണിയുടെയും എല്ലാത്തിന്റെയും ഒരു ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത് സിനിമ തന്നെയല്ലേ? അതെ, ഉറപ്പായിട്ടും. അപ്പൊ എങ്ങനെയുണ്ട്, എന്താണ് ഒരു എക്സൈറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ സെക്കൻഡ് മൂവിയാണിത്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തുവാ, ഞാൻ ഫസ്റ്റ് ആയിട്ടൊരു മൂവിയിൽ വർക്ക് ചെയ്തെന്ന് പറയുന്നത് കൊച്ചോപ്പോലോ അയ്യപ്പൊക്കെ എന്ന സിനിമയാണ്, ചാക്കോച്ചന്റെ. അത് കണക്ക് തന്നെ സെക്കൻഡ് മൂവിക്ക് ചാക്കോച്ചന്റെ കൂടെ ഒരു ഇതിനകത്ത് അഭിനയിക്കാൻ പറ്റിയത് വിട്ടു ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യം കൂടിയാണ്. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ അത് ദിലീഷ് പോത്തൻ എന്ന വലിയ ഡയറക്ടർ ആക്ടറിന്റെ ചൈൽഡ്ഹുഡ് ചെയ്യാൻ പറ്റി. അതും എനിക്ക് തോന്നുന്നു അതിലെനിക്ക് ക്യാരക്ടർ പിടിക്കാൻ വേണ്ടി കറക്റ്റ് ആ കണ്ണിന്റെ ഒരു പരിപാടിയൊക്കെ ഒരു പരിപാടി, ഒരു പോസിറ്റീവ് ലെൻസ് പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നു. എത്ര അങ്ങനെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇതാണ് പരിപാടി എന്ന് പറഞ്ഞപ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് എന്തായിരുന്നു? അത് എനിക്കറിയത്തില്ല ബ്രോ. ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ November 10 എന്റെ ബർത്ത്ഡേ. അപ്പം മേനേപ്പിയാർക്കാണ് ഫസ്റ്റ് മൂവി. അപ്പൊ അതിന്റെ ആക്ടിംഗ് വർക്ക്ഷോപ്പിൽ നിന്നപ്പോഴാണ് ഈ കാസ്റ്റിംഗ് കോൾ വരുന്നത്. പിന്നെ ബർത്ത്ഡേയും കൂടെയാ. അങ്ങനെ എനിക്ക് ബർത്ത്ഡേ വിഷിനെക്കാട്ടി കൂടുതൽ വന്നത് എനിക്ക് ഈ കാസ്റ്റിംഗ് കോളിന്റെ മെൻഷൻസ് ഒക്കെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ ചേട്ടനുണ്ട് നവജിത്ത് എന്ന് പറഞ്ഞിട്ട്, നവജിത്ത് ചേട്ടനും പിന്നെ അജിത്ത് നമ്മുടെ ഇതിന്റെ തന്നെ അസോസിയേറ്റ് ഡയറക്ടർ അജിത്ത് വേലായുധൻ. അപ്പം ആ ചേട്ടനും കൂടി അപ്പൊ വിളിച്ചു. അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു, സംസാരിച്ചു, അന്ന് തന്നെ എല്ലാം സെറ്റാക്കി. അപ്പൊ പിന്നെ അറിവൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഇതേണക്ക് ഷെമിജിക്ക് എന്ന് പറഞ്ഞ പ്രശ്നങ്ങളുണ്ട്. വിളിച്ചിട്ട് പറഞ്ഞ്, ഓഫീസല്ലേ, ടിക്കറ്റ് അയച്ചിട്ടുണ്ട്, നാളെ തന്നെ വന്നേക്കണം സിനിമ. അതൊക്കെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഞാനത് അത് കഴിഞ്ഞു, അപ്പൊ വിളിക്കുമായിരിക്കും, എനിക്ക് അറിയത്തില്ല. പക്ഷെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ടൈമിൽ വിളിച്ചിട്ട് വരണം, ഷൂട്ടുണ്ട് പറഞ്ഞ് ചെല്ലുന്നു. ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ കണക്ക് ലുക്ക് പിടിക്കണമെന്ന് പറഞ്ഞപ്പോ തന്നെ ക്യാരക്ടർ ലുക്ക് അടിപൊളി. മുടിയൊക്കെ വെട്ടി, മുടിയൊക്കെ ഇവിടുന്ന് ഷേപ്പൊക്കെ ചെയ്ത്, കണ്ണിൽ ലെൻസ് ഒക്കെ വെച്ച്, അത് വേറെ മൂഡ് പരിപാടിയായിരുന്നു. അതെ. പിന്നെ ആ ഒരു
സാധനത്തിലോട്ട് കയറി. പിന്നെ കാട്ടിലായിരുന്നു മൊത്തം ഷൂട്ടും കാര്യങ്ങളൊക്കെ. അപ്പം അറിയാലോ കാട്, അതൊക്കെ ഒരു വേറൊരു വൈബായിരുന്നു. ഡയറക്ടർ ആണെങ്കിലും ഭാഗത്ത് ക്രൂ ആണെങ്കിലും ഒക്കെ അടിപൊളിയായിരുന്നു. കാരണം ഞാൻ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എനിക്ക് ആ പറഞ്ഞ ആ രീതിയിൽ എന്നെ ട്രീറ്റ് ചെയ്തതും ഭയങ്കര രസമായിട്ട് അതെല്ലാം നോക്കിയൊക്കെ ചെയ്ത് അടിപൊളിയായിട്ടായിരുന്നു. പിന്നെ ഭയങ്കര കംഫർട്ട് വരുന്നു. ഇത് ചെയ്ത് കണ്ടിട്ട് ദിലീഷ് ചേട്ടൻ എന്താ പറഞ്ഞത്? അത് അന്ന് ദിലീഷ് ചേട്ടന്റെ ഒരു സീൻ ഉണ്ട്, മരത്തിന്റെ മേലൊരു സീൻ എടുക്കുന്നത്. അപ്പം ആ സീൻ കഴിഞ്ഞിട്ടാണ് ദിലീഷ് ചേട്ടൻ അവിടെ വരണേ. അന്ന് കഴിഞ്ഞപ്പോ ഞാൻ ചെന്ന് അതൊക്കെ വന്നു കഴിഞ്ഞപ്പം അതിന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നെ നോക്കിട്ട് എടാ നീ ഞാനാണോ ഞാൻ നീയാണോ ചോദ്യം കഴിഞ്ഞിട്ട് വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പറഞ്ഞ് ഇതേണക്കാണ് ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാരും ഫോട്ടോ ഒക്കെ അയച്ചു തരുന്നുണ്ട് അങ്ങനെ കുറെ. അപ്പം പറയും ചെറുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരാളല്ലേ എന്നൊക്കെ പറഞ്ഞ് അയച്ചു തരുമായിരുന്നു. സാഹചര്യം ഒത്തിയിട്ടില്ലായിരുന്നു. അത് എങ്ങനെയൊക്കെയോ നിമിത്തം കൊണ്ടുവന്നു. അതെ, ഇത് നമ്മളുടെ ഈ ഒരു ജേർണിയില് നമ്മളെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലീസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇവരൊക്കെ അതൊക്കെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കില്ല. പക്ഷെ ഇത്രയും ത്രൂ ഔട്ടുള്ള അല്ലേ, അതും ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് പടത്തിൽ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിന്റെ ചൈൽഡ്ഹുഡും ആണ് ചെയ്തത്. ബിക്കോസ് ഈ ജേർണി എന്ന് പറയുന്നത് ഇവരെ 3 പേരെ ചുറ്റിയാണ്. അപ്പം അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെയായിരുന്നു? വീട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? അപ്പൊ ആ ടൈമിലായിരുന്നു. അപ്പം ആ ഒരു 2005 ആ ടൈമിൽ ഫസ്റ്റ് ആ ഷൂട്ട് തുടങ്ങണേ. ഉമ്മച്ചിയും പപ്പയൊക്കെയാണ് ഭയങ്കര എക്സൈറ്റഡ്. കാരണം വർഷങ്ങളായിട്ട് ഞാനിപ്പോ എനിക്ക് തോന്നുന്നു ഞാൻ 5ൽ 6ൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ ഈ MP4 പ്ലെയർ അറിയാമോ, പഴയ അത് 3GB ക്യാമറ. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ട്രൈപോഡൊന്നുമില്ല. അപ്പൊ അവിടെയൊക്കെ കട്ടിയൊക്കെ വെച്ച് ഷൂട്ടൊക്കെ ചെയ്ത് നമ്മുടെ മൈക്രോസോഫ്റ്റിന്റെ പ്രസന്റേഷനിലെ അതിനകത്തൊക്കെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അന്നത്തെ ഓരോ അങ്ങനെ കുറെ സാധനം ചെയ്തു തുടങ്ങി. കുറെ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് ആ സമയത്ത്, 8ൽ 7ലൊക്കെ പഠിച്ച സമയത്തൊക്കെ. അങ്ങനെ തുടങ്ങി. അപ്പൊ അന്നോട്ട് ഈ ഒരു പ്രാന്താണ് എനിക്ക് സിനിമ അങ്ങനെ പരിപാടി. അപ്പൊ വീട്ടുകാർക്ക് ഭയങ്കര ഹാപ്പി. കാരണം അന്ന് തുടങ്ങിയ സംഭവം എപ്പോഴും കൂടെ ഉണ്ട്. പക്ഷെ ലേറ്റ് ആണേലും ഒന്ന് കേറി. അതെ, ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചു. അതെ, ഇപ്പം എല്ലാവരുടെയും ചിലപ്പം ഇപ്പൊ പലർക്കും പല സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിരിക്കും. അപ്പൊ എനിക്ക് ഈ പറഞ്ഞൊക്കെ എന്റെ ഇതായിരിക്കും. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു, ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. അപ്പൊ വീട്ടുകാരാണെങ്കിലും ഭയങ്കര ഹാപ്പിയാണ് കാര്യത്തില്. കാരണം അവർക്ക് പ്രൗഡാണ് അവര്. അപ്പൊ പപ്പ ആണെങ്കിലും ഉമ്മച്ചി ആണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു അവര്. ഞങ്ങൾക്ക് എന്തുവാ വന്നിട്ട് എങ്ങനെ സീൻ കുറെ ഉണ്ടോ, കാണാൻ പറ്റുമോ? ഉണ്ട്, എനിക്ക് അറിയത്തില്ല, ഞാൻ എഡിറ്റിങ് കണ്ടിട്ടില്ല, ഇപ്പൊ ഒരുമിച്ചിരുന്ന് കാണാം, സിനിമയാണ്, അപ്പൊ കട്ട് ചെയ്ത് പോകുന്നു പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്തൊരു ഭാഗ്യം ഉണ്ടതുകൊണ്ട് അത്യാവശ്യ രീതിയിൽ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഒക്കെ ഉണ്ടായിരുന്നു, വന്ന് പോകുന്നുണ്ടായിരുന്നു. അത് ഹാപ്പി ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഇത്രേ ഉള്ളൂ. ലൈക്ക് എന്തുവാ നമ്മള് ആ ഒരു ടൈമില് ഞാൻ വിട്ടുകൊടുത്തില്ല, ഞാൻ ഒന്നിനും വിട്ടുകൊടുത്തില്ല. ഞാൻ എന്റെ ഇതിൽ തന്നെ പാഷൻ തന്നെ മുന്നോട്ട് പിടിച്ച് അതിൽ തന്നെ കേറി. ഓക്കെ, അപ്പൊ ഇതില് ബ്രോ ഇപ്പം കോണ്ടന്റ് ക്രിയേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇപ്പം ആലപ്പുഴ എന്നുള്ള നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആലപ്പുഴയിലുള്ള ബീച്ചിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തൃക്കണ്ണൻ്റെ നാടും ഇതാണ്. അപ്പോൾ നമ്മളിവിടെ ആലപ്പുഴയിൽ നിന്ന് പറയുമ്പം മോനെ ഒരു ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി, അല്ലാണ്ട് നീ ക്യാമറയും തൂക്കി എത്ര കാലം നടക്കും എന്നുള്ള ചോദ്യം ഒഴിഞ്ഞത് എല്ലാ ക്രിയേറ്റേഴ്സും ഉള്ള എന്താ പറയാ സിനിമ എന്ന മോഹം ഉള്ളിൽ വെച്ച് നടക്കുന്ന എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് എത്ര കാലം കേട്ടു, ഇതിനൊരു ബ്രേക്ക് വന്നത് എപ്പോഴാണ്? അതായത് ഞാൻ എന്തുവാ +1 +2 പഠിക്കുന്ന ടൈമിലാണ് എന്തുവാ ഞാൻ കുറച്ചുകൂടെ ആക്റ്റീവായി തുടങ്ങി ഇതിനകത്തോട്ട് പരിപാടി. ഞാൻ ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അപ്പം ഞാൻ ഇതൊക്കെ ഫിജി ഫിലിം എന്ന ബ്രാൻഡ് അംബാസിഡർ. അപ്പം ആ ടൈമിലാണ് ഈ ഫോട്ടോഗ്രാഫി പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. ആ ടൈമിൽ കുറെ പേര് പറയും കുറെ പണി ഇല്ലേടാന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ അന്ന് വിട്ടുകൊടുക്കാതെ ഞാൻ പറഞ്ഞില്ല, അത് തന്നെ എന്തെങ്കിലും പറയട്ടെ, അറിയത്തില്ല, ഞാൻ എന്തായാലും പോവാ, ഒന്നും ഒരു പിടുത്തമില്ല. പക്ഷെ കഷ്ടപ്പെട്ടു, കുറെ പ്രശ്നങ്ങൾ ലൈഫിലുണ്ടായി. അതൊക്കെ എനിക്ക് അത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്യൂലായിട്ട് എടുത്ത് ഞാൻ മുന്നോട്ട് പോയി. ഇങ്ങനെ കൊടുത്തില്ല എവിടെയും. ഇനിയിപ്പം ആ ഒരു സംഭവമായിരുന്നു. അപ്പൊ എല്ലാരും അതും ഇതൊക്കെ പറയുമ്പോഴാണേലും ഞാൻ ഫോക്കസ് ചെയ്ത് ഒറ്റ കാര്യത്തിലായിരുന്നു എത്തണം. എനിക്ക് തോന്നുന്നത് ഇത് ഇപ്പൊ ഗ്രോയിങ് അപ്പ് ഞാൻ കേട്ടത് ബ്രോ, അതായത് ഇപ്പം ഭയങ്കര ബോഡി ഷേവിങ്, അതേപോലെ നമ്മളുടെ ഇമേജ്, നമ്മൾക്ക് ഒരു സിനിമ ഇമേജ് എന്ന് പറയുന്ന ഒരു ഇമേജ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മളുടെ സ്വപ്നങ്ങൾ നമ്മൾ പറയുമ്പോൾ ആൾക്കാർക്ക് ഇത് ഭയങ്കര കളി തമാശയാണ്, ഇവരെ സിനിമയല്ലോ ഇല്ലേ എന്നുള്ള ഈ ഒരു. അപ്പോൾ ഇപ്പം ഓവറോൾ എന്താ ഒരു ഈ ആ ഒരു നെഗറ്റിവിറ്റി തന്നെയായിരുന്നോ താങ്കളുടെ ഫ്യൂവൽ? എനിക്കത് തന്നെ. എനിക്ക് നെഗറ്റീവ്സ് വരുമ്പോൾ ഞാൻ അതിനെ പോസിറ്റീവ് ആക്കാൻ മാക്സിമം നോക്കാറുണ്ട്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കണക്ക് എന്തോ അതില് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാറില്ല. ചില സമയത്ത് കയ്യിൽ നിന്ന് പോകും കേട്ടോ, സമയത്ത് കരയാറൊക്കെ അത് വേറെ കാര്യം, സങ്കടമൊക്കെ വരും. പിന്നെ ഈ പറഞ്ഞ ഞാൻ തന്നെ ആലോചിക്കും, ഇല്ല ഓഫീസേ പറ്റും, നീ തിരിഞ്ഞു നോക്ക്, ഇവിടം വരെ എത്തിയില്ലേ. കാരണം പിന്നെ ഞാൻ പിടിച്ചു നിന്ന്, എന്നാലും കൊറേയൊക്കെ താഴ്ചയിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഓക്കെയാണ്. പിന്നെ കൂടെ ഉള്ളവര് അപ്പൊ ആരൊക്കെ കൂടെ കാണുമെന്ന് ഇപ്പൊ ഇല്ലെന്നൊക്കെ മനസ്സിലായി.
ഈ തൃക്കണ്ണൻ എന്നുള്ള പേര് മീൻസ് അത് മീൻസ് തേർഡ് ഐ അല്ലേ? തൃക്കണ്ണൻ എന്ന് പറഞ്ഞാൽ തേർഡ് ഐ അല്ലേ? അപ്പൊ ആ ഒരു പേര് ആരാ സജസ്റ്റ് ചെയ്തത്? അത് ഈ പറഞ്ഞ പോലെ ഫോട്ടോഗ്രാഫർ ആണല്ലോ, അപ്പൊ തൃക്കണ്ണൻ തേർഡ് ഐ എന്നുള്ള സംഭവം ഞാൻ മലയാളത്തിലോട്ടൊരു സംഭവം കൊടുത്ത പരിപാടി സെറ്റ് ചെയ്ത പരിപാടിയാണത്. അപ്പൊ നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, അപ്പൊ അത് സജസ്റ്റ് ചെയ്ത് അങ്ങനെ അങ്ങനെയാണ്. ഓക്കെ, ഈ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് എങ്ങനെയാ? അതായത് എല്ലാരും പറയുന്നുണ്ട് ഇവൻ ഈ ചെറിയ സാധനം എടുക്കാനാണെങ്കിൽ ഇത് എന്താ എടുത്തു വെച്ചിരിക്കുന്നത്, കളറിങ്, ലൈറ്റിങ്, ഇതിപ്പോ ഭയങ്കര ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഓരോ കണ്ടന്റിലും. അതിന്റെ ക്വാളിറ്റി ഒരു കാരണവശാലും കുറയരുതെന്നുള്ള ഒരു ഇതിലുമാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇതില് ബെസ്റ്റ് ഡെലിവറി ചെയ്യണം എന്നുള്ളൊരു തീരുമാനം ഉണ്ടോ ബ്രോ? സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ കണക്ക് ഞാൻ പോസ്റ്റർ ഡിസൈൻ ചെയ്യും, എഡിറ്റ് ചെയ്യും, പിന്നെ ഡയറക്ഷൻ, എഴുതും, പിന്നെ ക്യാമറ ചെയ്യും, ഫോട്ടോഗ്രാഫറാണ്, എല്ലാം ഉണ്ട്. ഇപ്പൊ മ്യൂസിക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടെന്ന് പക്ഷെ എൻ്റെ കാര്യത്തിന് ആവശ്യത്തിന് വേണ്ടി. അപ്പം ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള സംഭവം വന്നപ്പോഴാണ്. കാരണം കുറേ തഴച്ചിൽ കിട്ടിയപ്പോഴാണ് ഞാൻ ഒറ്റയ്ക്ക് പഠിക്കാൻ തുടങ്ങിയത്. അങ്ങനെ എനിക്കപ്പോൾ എന്ത് ചെയ്ത് അപ്പോൾ ഓരോ വർക്ക് കാണുമ്പോഴും അതെങ്ങനെ അത് എനിക്ക് കിട്ടും. അപ്പോൾ എൻ്റെ അത്ര എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ല. അപ്പോൾ ഉള്ള എക്യുപ്മെന്റ്സ് വെച്ചിട്ടാണ് ഓരോന്നും ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ആ ടൈമിൽ ചെയ്തു തുടങ്ങിയതിൻ്റെ ക്വാളിറ്റി വെച്ച് ഇമ്പ്രൂവ് ആക്കണം എന്നുള്ള മൈൻഡ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഈ ക്വാളിറ്റി പരിപാടിയിലോട്ട് ഞാൻ കയറുന്നത്. അപ്പോൾ ഇപ്പോൾ ലൈറ്റിംഗ് ആണെങ്കിൽ പോലും അപ്പർച്ചർ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഇപ്പോൾ ഞാൻ പണ്ട് റിംഗ് ലൈറ്റ് വെച്ചൊരു വീഡിയോ ചെയ്തു. അപ്പോൾ ഒരു മെസ്സേജ് അയച്ചു, അപ്പോൾ കഷ്ടപ്പെടണ്ട, ഞങ്ങൾ ലൈറ്റ് അയച്ചു തരാം, എനിക്ക് ലൈറ്റ് അയച്ചു തന്നവര്. അപ്പോൾ ഒന്നും കൂടി ഇമ്പ്രൂവ് ആയി. അപ്പം ആ ലൈറ്റിങ് ഞാൻ ഒരു വർക്ക് ഉണ്ട്, ആ വർക്കിനകത്ത് ഞാൻ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഓരോ വർക്കും ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഈ ക്വാളിറ്റി കീപ്പ് ചെയ്ത് പോകാനായിട്ട് മാക്സിമം നോക്കുന്നത്. പിന്നെ ഫോട്ടോഗ്രാഫറും കൂടെ ആണ്, അതിന്റെ ഒരു സാധനം കൂടെ ഉണ്ട്. അതെ, എനിക്ക് തോന്നുന്നു തൃക്കണ്ണൻ എന്ന ഈ ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ഈ വ്യക്തിയെ നമ്മൾ മലയാളികൾ കുറച്ചും കൂടെ ഭയങ്കര വൈഡായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോ എനിക്ക് തോന്നുന്നത് നമ്മളുടെ ആ ഷോള് ബൈക്കിൽ അത് ഭയങ്കരമായി ഷെയർ ചെയ്യപ്പെട്ടതും മീൻസ് ലൈക്ക് എനിക്ക് ഞാൻ ഫസ്റ്റ് ബ്രോടെ കാണുന്ന ഒരു ഫോട്ടോ രസമുണ്ടല്ലോ, ഇത് അടിപൊളിയാണല്ലോ എന്നുള്ളത് ആ ഫോട്ടോ ആണ്. അപ്പൊ അതിലേക്ക് ഹൗ ഡിഡ് യു? ആ സമയത്ത് 2017-18 ആ ടൈമായിരുന്നു. ആ ടൈമിലായിരുന്നു ഈ പറഞ്ഞ എന്റെ ഫ്രണ്ട് അനസ്. അപ്പം അവൻ ഈ സിനിമയിൽ കയറണം ഭയങ്കര ആഗ്രഹത്തിൽ എനിക്ക് വന്നു. അങ്ങനെ അവനെ വെച്ചിട്ട് ഒരു സാധനം എക്സ്പെരിമെന്റ് ചെയ്യാൻ നോക്കി. അങ്ങനെയാണ് ഈ ഒരു ഫസ്റ്റ് ഒരു ഫോട്ടോ ഉണ്ട്, കലവറിയുന്നൊരു ഫോട്ടോ ഉണ്ട്, നിങ്ങൾ കലവറിയുന്ന ഫോട്ടോ. അപ്പോഴാണ് മനസ്സിലായി ഓക്കെ ആ ഒരു മൊമെന്റ്, ആ ഒരു ഇൻബിറ്റ്വീൻ ഒരു മൊമെന്റ്, ഒരു സംഭവം നടക്കുന്നതിന്റെ ഇൻബിറ്റ്വീൻ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ആ മൊമെന്റ് ക്യാപ്ചർ ചെയ്യാന്നുള്ള മൈൻഡിൽ വന്നത്. അങ്ങനെ പിന്നെ സോഷ്യൽ അവയർനെസ്സിലോട്ട് കയറുന്നതാണ് ഈ പറഞ്ഞ ഷോളിന്റെ സംഭവങ്ങളൊക്കെ. അപ്പൊ ആ ടൈമിൽ കിട്ടിയൊരു തോട്ടാണ്. പിന്നെ അതിൽ നിന്ന് ഞാൻ സ്റ്റോറി കണക്ക് വീഡിയോ ഉണ്ടാക്കാൻ തുടങ്ങി. ആ ഒരു ഫോട്ടോയ്ക്ക് ഒരു സ്റ്റോറി. അപ്പൊ അതൊരു സംഭവം അത് ചെയ്ത് പിന്നെ ഇതിന്റെ ബിഹേവിയർ സീൻസും ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതിലോട്ട് അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞ എത്തിയത്. അവനെ സിനിമയ്ക്ക് ഏറ്റവും എന്നുള്ള കോറായിരുന്നു എനിക്ക്, ആ ഒരു കോർ ആഗ്രഹമായിരുന്നു എനിക്ക്. അപ്പൊ അതിനുവേണ്ടി കുറെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് അവന് ഇപ്പൊ 2 സിനിമ അഭിനയിച്ചു. ഇപ്പൊ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർ ആയിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അപ്പൊ അവൻ അതിനുവേണ്ടി സ്റ്റാർട്ട് ചെയ്ത പരിപാടിയാണ്. പക്ഷെ ഇവിടം വരെ എത്തിക്കുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല. അത് എനിക്ക് തോന്നുന്നത് നമ്മളെപ്പോഴും പറയുമല്ലോ, നമ്മൾ ചെറുതായിട്ട് തുടങ്ങുന്ന എല്ലാ സ്റ്റെപ്സിന്റെയും ഒരു കൾമിനേഷൻ ആയിരിക്കും നമ്മളുടെ ഒരു വലിയ റിസൾട്ട് എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഈ ചെയ്ത കണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് മറ്റേ നമ്മുടെ 90s കിഡ്സിന്റെ നൊസ്റ്റാൾജിയ എന്നിട്ട് റോക്കി പോപ്സ്. അത് ലൈക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ഞാനും ഇങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ ക്യാമറ ഒക്കെ റെന്റിനെടുത്ത് അല്ലെങ്കിൽ ക്യാമറയുള്ള ഫ്രണ്ടിന്റെ കാല് പിടിച്ച് അളിയാ നിനക്ക് ജ്യൂസ് വാങ്ങിത്തരാം, നിന്നെ പൊന്നുപോലെ ഒഴുകിക്കോളാം, വന്ന് കുറച്ച് ഫോട്ടോ എടുത്ത് അപ്പൊ ഈ മറ്റേ നമ്മുടെ കഫേയിൽ പോയി അത് കോപ്പി ചെയ്തെടുത്ത് അല്ലേ, അത് നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അത് ഭയങ്കര കണക്ട് ആയി. അങ്ങനെ ഒരു തോട്ട് എങ്ങനെയാ? അതും നമ്മൾ ഈ ജെൻസിയായിട്ട് അത് സിസ്റ്റർ തന്നെയാണ് തോന്നല്ലേ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്? പെങ്ങളാണ്, സിസ്റ്ററാണ്. അപ്പൊ എക്സ്പ്ലെയിൻ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തത് എന്നുള്ളത് ഭയങ്കര ഒരു നറേഷൻ ആയിരുന്നു. അപ്പൊ ഇത് ശരി പോയിട്ടുണ്ടോ ഈ ഫോട്ടോ എടുക്കാൻ? ഞാൻ പോയിട്ടില്ല, എടുത്ത് കൊടുത്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. എഡിറ്ററാണല്ലോ. എന്റെ ഫോട്ടോഗ്രാഫർക്കൊക്കെ വന്നിട്ട് കണ്ണിൽ ലെൻസ് ഒക്കെ വെച്ച് കണ്ണൊക്കെ സെറ്റ് ചെയ്യണം, ഇവിടെ ഒരു പച്ച കളറ്, ആ സീനൊക്കെ ആയിരുന്നു. അപ്പം ആ ഒരു സംഭവം എനിക്ക് അറിയാം അത് എങ്ങനെയാ പൊക്കോടുന്ന പാൻറ്റൊക്കെ വലിച്ചു കയറ്റി ആ ഒരു സംഭവം മാക്സിമം എടുക്കണ്ട. ഇതേണൊക്കെ തന്നെ റീചാർജ് ഓപ്പണിന്റെ വീഡിയോ ഉണ്ട്. അപ്പം അത് ഈ പറഞ്ഞ പോലെ തന്നെ അന്ന് ഭയങ്കരമായിട്ട് നിന്ന സംഭവം ഇപ്പൊ ഇല്ല. അപ്പം അത് ആൾക്കാരിൽ എത്രത്തോളം കണക്ട് ചെയ്യുന്ന അറിയത്തില്ലായിരുന്നു. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ റെസ്പോൺസ് ചെറുതൊന്നും ഇപ്പോഴും എവിടെ ചെന്ന് ഞാൻ ആ കാര്യം കുറിച്ച് പറയാൻ ചെയ്യും. കാരണം ആ കാർഡ് ഞങ്ങൾ ഇല്ല കിട്ടത്തില്ല. അപ്പൊ ഡിസൈൻ ചെയ്ത് ആ സംഭവം ഉണ്ടാക്കിയിട്ടാണ് ആ പരിപാടി സെറ്റ് ചെയ്തത്. പക്ഷെ സംഭവം എല്ലാവർക്കും ഭയങ്കര ഡിപ്രഷൻ 2 വർഷം ആൾക്കാർ പറയാറുണ്ട് അതിനെ കുറിച്ചിട്ട്. അപ്പൊ 90s കിഡ്സ് എന്ന് പറഞ്ഞ സംഭവം എന്റെ അത് ചെയ്യാൻ മെയിൻ കാരണം വെച്ചാൽ നമ്മൾ ഇല്ലാത്ത സാധനം ഉണ്ടാക്കി എടുക്കുക എന്നുള്ള സംഭവമാണ്. സ്ക്രാച്ച് ചെയ്യുന്ന സാധനം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളൊരു ത്രില്ലുണ്ടല്ലോ. ഓക്കെ ആ സാധനം കിട്ടണം, ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഓക്കെ ആ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഒപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. അങ്ങനത്തെ ഒരു ത്രില്ലിൽ നിന്നാണ് അത്യാവശ്യം പറഞ്ഞാൽ ആ ഒരു ജോണറിലൊരു സാധനം
കോണ്ടന്റിലോട്ട് ചെയ്യുന്നത് ഞാൻ. ഓക്കെ. ഈ ബ്രോ ഇപ്പൊ പറഞ്ഞ പോലെ ബ്രോ ഇപ്പൊ മൾട്ടിപ്പിൾ ക്രിയേറ്റീവ് പോർഷനിൽ തന്നെ മൾട്ടിപ്പിൾ പരിപാടികൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ക്യാമറ ആണെങ്കിൽ അപ്പൊ നമ്മൾ ഈ ക്രിയേറ്റീവ് ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവരും ഒരു പറയും ബ്രോ ഇപ്പോൾ നമ്മുടെ ഒരു പ്രൈമറി ഫോക്കസ് ഒരു സാധനത്തിൽ വേണം, എന്നാലേ നമുക്ക് അതിൽ എക്സൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. ഓക്കെ ഓക്കെ, നമ്മൾ എപ്പോഴും പറയും നമുക്ക് അവിടെ ഫിൽ ചെയ്യാൻ ഒരാളില്ലാത്തപ്പോൾ നമ്മൾ പോയി അത് ചെയ്യും, അല്ലെങ്കിൽ ഇപ്പോൾ ക്യാമറ നമ്മൾ ചെയ്യും, ഡിസൈൻ നമ്മൾ ചെയ്യും, ഇതെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞാലും നമ്മളൊരു ഒരു കാര്യത്തിൽ നമ്മൾ എക്സലന്റ് ആവണല്ലോ. അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ബ്രോയ്ക്ക് എന്തിലായിരിക്കും എക്സലന്റ് ആവാൻ താല്പര്യം? ബ്രോ എനിക്കറിയത്തില്ല, നമ്മളിതൊക്കെ ചെയ്തു പോകുന്നു. സംഭവം എന്ന് വെച്ചാൽ ബ്രോ എനിക്ക് ഞാൻ പറഞ്ഞു എല്ലാം ചെയ്യും, ഡിസൈനിങ് ചെയ്യും, എഡിറ്റിംഗ് ചെയ്യും, പറഞ്ഞ ഡയറക്ഷൻ ഉണ്ട്, എഡിറ്റ് ഉണ്ട്, അഭിനയം എന്ന് പറഞ്ഞില്ല അതിലോട്ട് ഇപ്പൊ കയറി. ഇപ്പൊ പറഞ്ഞെങ്കിൽ ഞാൻ തന്നെ ആലോചിക്കും നിനക്ക് എന്തിനാടാ കഴിയുക കുറച്ച് നിൽക്കണമെന്ന് ഞാൻ തന്നെ പറയാറുണ്ട്. പിന്നെ അതെനിക്ക് പ്രശ്നം കൂടാണ്, കാരണം നമുക്ക് ഈ പറഞ്ഞ മൾട്ടിപ്പിൾ സാധനം വന്നു കഴിയുമ്പോൾ ടൈം കൺസ്യൂമിങ് ഭയങ്കര, നമുക്ക് ഗ്രോത്ത് ഭയങ്കര സ്ലോ ആകും. നമുക്ക് അറ്റ് എ ടൈം എല്ലാ പരിപാടിയും ഒരുമിച്ച് ചെയ്ത് കഴിയുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കണ്ടന്റിന്റെ പുറത്ത് കുറേ നേരം ഇരിക്കേണ്ടി വരും. അപ്പൊ ഗ്രോത്ത് ഇപ്പൊ ഞാനാണെങ്കിൽ ഇപ്പൊ നീ കൺസിസ്റ്റന്റ് ആവുന്ന ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ എല്ലാ പരിപാടിയും ഒറ്റയ്ക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് പിന്നെയും ഡിലേ ആവും. നേരെ മറിച്ച് എഡിറ്റിംഗ് ചെയ്യേണ്ട ആളുണ്ട്, അങ്ങനെയാണെങ്കിൽ സംഭവം സെറ്റാണ്. പക്ഷെ എനിക്കറിയാം, അപ്പൊ എനിക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അറിവുള്ളത് നല്ലതാണ്, പക്ഷെ നമ്മൾ അതിലെല്ലാത്തിനും ഇരിക്കുമ്പോൾ നമ്മുടെ ഗ്രോത്ത് ഭയങ്കര അറിവുള്ളത് നല്ലതാണ്. ചിലക്കൊക്കെ എഡിറ്റ് ചെയ്യുന്ന കുഴപ്പമില്ല, അല്ലാണ്ട് എന്റെ സജഷനിൽ എനിക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു സംഭവത്തിൽ ബെസ്റ്റ് ആകുക. അതിപ്പോ എനിക്ക് അറിയത്തില്ല ബ്രോ, നിങ്ങള് പറ ആക്ടിങ് കാണുന്നവർക്ക് അറിയത്തില്ല. അപ്പൊ എന്റെ ഫ്രണ്ട്സിനൊക്കെ ചോദിക്കുകയും ചെയ്യും ആക്ടിങ്ങിലാണോടാ, എനിക്ക് അഭിനയിക്കാൻ കഴിവുണ്ടോ, ഡയറക്ഷന് കഴിവുണ്ടോ എന്നൊക്കെ ചോദിക്കും. എനിക്ക് സെൽഫ് നോട്ട് എടുക്കാൻ അടിക്കുമ്പോ ഞാൻ ചോദിക്കാറുണ്ട്. അവര് പറയും നീ അഭിനയിക്കടാ കത്തും, നീ ബേസിൽ ജോസഫാന്നൊക്കെ പറയും. അപ്പൊ പിന്നെ ഈ പറഞ്ഞ കണക്ക് എനിക്കറിയത്തില്ല ബ്രോ, സെറ്റ് ആകുന്നാണ് വിശ്വാസം. അപ്പൊ ഇത് ഞാൻ ചോദിക്കാൻ കാരണം ബ്രോ, അപ്പൊ ഞാൻ ബാക്കി ബ്രോ എല്ലാ പരിപാടികളും ആദ്യം മുതലേ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഫോട്ടോ. അപ്പൊ ഈ അഭിനയിച്ച് നോക്കാന്ന് എപ്പോഴാ ഒരു അത് ഇതും ചെയ്ത് കളയാൻ എപ്പോഴാണ് ഡിസിഷൻ വന്നത്? അതെ, ഈ ഡയറക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ അഭിനയിച്ച് കാണിച്ചു കൊടുക്കും. അതെ അതെ അതെ. അങ്ങനെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് എന്തുവാ, അപ്പം ഇവൻ അപ്പൊ ഫ്രണ്ട് ഉണ്ട്, അപ്പൊ അവൻ വേറൊരു പരിപാടിക്ക് പോയി ഒറ്റ കഴിഞ്ഞ എന്ത് നിലനിന്ന് പോണമല്ലോ, ക്യാമറയുടെ ഫ്രണ്ടില്ലെങ്കിൽ ക്യാമറയുടെ ഫ്രണ്ടില് ഞാനങ്ങോട്ട് എന്റെ OnePlus ഫോൺ ഉണ്ടായിരുന്നു, OnePlus 8. അപ്പൊ അത് വെച്ച് റിംഗ് ലൈറ്റ് ഇല്ലായിരുന്നു, അതെന്റെ ഫ്രണ്ട് വാങ്ങിച്ചത്. അപ്പോൾ എന്തുവാ ആ ലൈറ്റും വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു സാധനം ചെയ്തു തുടങ്ങി, റിലേറ്റബിൾ കണ്ടന്റ് ചെയ്ത് തുടങ്ങി. പിന്നെ അതിലോട്ടൊരു ഇഷ്ടം തോന്നി തുടങ്ങി, പിന്നെ അത് ഇംപ്രവൈസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞക്ക് ഞാൻ ചെയ്യുന്ന കുറെ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളും കുറെ സ്ക്രിപ്റ്റ് ഒക്കെ എടുത്തിട്ട് മാറ്റി ഞാൻ റീൽ പരിപാടി ആക്കിയിട്ട് എന്നെ തന്നെ അത് ഞാൻ ചെയ്ത് വെച്ച് നോക്കിയിട്ട് അഭിനയിക്കാൻ നോക്കി. അങ്ങനെ ഇമ്പ്രൂവ് ആയി. പഴയ വീഡിയോ ഒക്കെ നോക്കി കാണാം, പൊട്ടനായിരുന്നു. ഇപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ആയത്. എപ്പോഴും വലിയ സംഭവമൊന്നുമല്ല, ഇപ്പോഴാണ് ഇമ്പ്രൂവ് ആയി വന്നത്. ഇനിയും ഇമ്പ്രൂവ് ആകണം ബ്രോ. ഓക്കെ. ഈ റീൽ ക്രിയേറ്റ് അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഒരു പ്രശ്നം, ഇത് നമുക്ക് 1 മിനിറ്റ് ആണ് സംഭവം, പെർഫോമൻസ് 1 മിനിറ്റ് എടുക്കുന്നു പോകുന്നു. അത് പോയിട്ട് ബ്രോ നേരെ സിനിമയിലേക്ക് പോയപ്പം ഫസ്റ്റ് ചാലഞ്ച് എന്തായിരുന്നു ഇതില്? ഫസ്റ്റ് വിനയപ്പേരിക്കായിരുന്നു പോയി. അപ്പം ആ ടൈമില് അപ്പൊ ഫൈസലിക്ക എനിക്ക് വന്നിട്ട് പറഞ്ഞു, അതെ റീൽസ് സാധനം നമുക്ക് വേണ്ട, എങ്ങനെ പ്രൊവൈഡ് തന്നാ മതി. ആ സീനായിരുന്നു. പിന്നെ പറഞ്ഞു തന്ന്, പിന്നെ അതൊരു ടെൻഷനായിരുന്നു. പിന്നെ ഇത്രയും ക്രൂ, നമ്മൾ റീലെടുക്കാൻ ഫ്രണ്ട് ആകാശമുണ്ട്, അതാണ് ഇത് ഫുൾ ക്രൂ ലൈറ്റൊക്കെ പിടിച്ചിരിക്കും നിൽക്കുക. പിന്നെ കയ്യിൽ നിന്നൊക്കെ പോവും. പിന്നെ അവര് പറയും അങ്ങനെയുള്ള ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഓക്കെ, അത് സെറ്റായി വരും. അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ചെയ്ത് കുഴപ്പമില്ല. ഇപ്പൊ കുറച്ച് ആഡൊക്കെ അഭിനയിച്ചപ്പം കുറച്ചുകൂടെ ടെൻഷനൊക്കെ മാറി. പിന്നെ അങ്ങനെ ചെയ്ത് ഇമ്പ്രൂവ് ആകത്തുള്ളൂ. ഈ ബ്രോയുടെ ടീമിൽ ആരൊക്കെ ഉണ്ട്? ഇപ്പൊ ഞാനുണ്ട്, ആകാശുണ്ട്, അഭിനയിക്കുന്ന ആകാശുണ്ട്. പിന്നെ എനിക്കിപ്പം നമ്മുടെ ക്യാമറ എന്ന നമ്മുടെ ഫ്രണ്ട് വെച്ചാൽ അനിയനാണ്, വെച്ചാൽ ആകാശിന്റെ കസിനാ കൃഷ്ണദേവ്. ഞങ്ങൾ 3 പേരുമാണ് ഇപ്പൊ കോറായിട്ട് നിൽക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ ആരെയിലൊക്കെ ഞങ്ങൾ ആഡ് ഓൺ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കണക്ക് നല്ല നമുക്ക് കട്ടക്ക് നിൽക്കുന്ന മീൻസ് ഈ പൈസ എന്നുള്ള സംഭവം അതല്ലാതെ ഈ പറഞ്ഞ കണക്ക് ഈ ഒരു എന്തുവാ നമുക്ക് ഈ പാഷനിൽ പുറത്ത് നിൽക്കുന്ന കുറച്ച് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ പൈസ എന്തായാലും വരും. അപ്പം അതാണ്. അപ്പം ഞാനപ്പം നോക്കുമോ നല്ല ആൾക്കാർ കട്ടക്ക് നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെ ഉണ്ടെന്ന് നോക്കുന്നുണ്ട്. ടീമിലോട്ട് ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കട്ടക്ക് നിൽക്കുന്നവരുണ്ടെങ്കിൽ ബന്ധപ്പെടുക അല്ലേ? ഓക്കെ. ഈ സംഭവം ഒക്കെയാണ്. നമ്മുടെ ഫാമിലി നോക്കുമ്പോൾ നമ്മൾ റീൽസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇപ്പം പടം ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്തായിരിക്കും ഒരു ക്രിയേറ്ററിന്റെ ഒരു റിയൽ അവൻ്റെ ഒരു ഇൻകം സോഴ്സ് വേണമല്ലോ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്താ
നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേണമല്ലോ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെലവിന് ആവശ്യങ്ങൾക്കും. അപ്പൊ അതിന് എന്താ ഒരു സോഴ്സ് ഇപ്പൊ ബ്രോയുടെ? ബ്രോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് വീട്ടിൽ പപ്പാണ് വഴക്ക് പറയാറുണ്ട്. ഇടയ്ക്ക് ഞാൻ പ്രോപ്പറായിട്ട് എനിക്ക് പ്രോപ്പർ മാനേജ്മെന്റ് എനിക്ക് ഇല്ല ഒന്നാമത്തെ കാര്യം. അപ്പൊ പ്രൊമോഷൻസ് വരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ പ്രൊമോഷൻസ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പ്രൊമോഷൻ തരും, സ്പീഡിൽ സംഭവങ്ങൾ ചെയ്യിക്കും. അതാണ് എനിക്കിപ്പോ സോഴ്സ്, അതാണ് എന്റെ സോഴ്സ്. വേറെ സോഴ്സ് ഒന്നും എനിക്കില്ല. അപ്പൊ പ്രൊമോഷൻസ് വന്നു കഴിയുമ്പോൾ ഇതെനിക്ക് സംഭവം അപ്പൊ നമ്മൾ കറക്റ്റ് ടൈമിലും ആ ഡെഡ് ലൈനും സംഭവം ചെയ്തു കൊടുക്കും. പിന്നെ ഇവരുടെ പുറകെ കിടക്കണം, ചേട്ടാ പൈസ തരുമോ ചേട്ടാ, ചേട്ടാ കഷ്ടമുണ്ട് ചേട്ടാ, അങ്ങനെ പുറകെ കടന്ന് 90 ദിവസം ഒരു പൈസ വരാനായിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഡിലേ വരുമ്പോഴാണ് നമ്മൾ ഫിനാൻഷ്യലി ഡൗൺ ആയി പോകും, സൈഡിൽ നിന്ന് പോകും. അപ്പൊ നമ്മുടെ ഈ കണ്ടന്റ് ക്രിയേഷൻ സംഭവം അതിൽ നിന്ന് ഡൗൺ ആയി പോകും, കാരണം മൈൻഡ് സെറ്റ് അതിൽ നിന്ന് പോകും. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പൊ മാക്സിമം ഞാൻ ടാലി ആക്കാൻ നോക്കുന്നുണ്ട്, എവിടുന്നേലൊക്കെ സെറ്റ് ആക്കാൻ നോക്കുന്നുണ്ട്. ബട്ട് എനിക്കിത് വിട്ടുകളയാനും പറ്റത്തില്ല, അതാണ് പ്രശ്നം. അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് കുറച്ച് സംഭവം ഞാൻ കുറച്ച് അയഞ്ഞ് കുറച്ച് വേറെ എന്തെങ്കിലും പരിപാടി കൂടെ ചെയ്യണം. ബ്രോ ഇത് നമ്മൾ ഈ ലൈം ലൈറ്റിൽ വരുമ്പം, സ്പെഷ്യലി നമ്മൾ ലൈം ലൈറ്റിൽ വരുമ്പം, അതായത് കുറേ കാര്യങ്ങൾ നമ്മളെ, അതായത് നമ്മളൊന്നിങ്ങനെ പൊന്തി വരുമ്പോൾ നമ്മളെ പിടിച്ച് താത്താൻ കുറേ പേരുണ്ടാവും. അത് ബ്രോ വളരെ എവിഡൻ്റ് ആയിട്ട് ബ്രോയുടെ ലൈഫിൽ ബ്രോ അത് എക്സ്പീരിയൻസ് ചെയ്തതുമാണ് ആ ഒരു ഫേസിൽ. അപ്പോൾ അതിനൊക്കെ എങ്ങനെ ഓവർകം ചെയ്തേ? എനിക്ക് ഈ പറഞ്ഞ പോലെ BPD ഉണ്ട്. അപ്പം എന്തുവാ, അത് കാരണം എനിക്ക് പറഞ്ഞ എല്ലാം എക്സ്ട്രീം ആയിരിക്കും. ഇപ്പൊ ഇമോഷൻസ് ഒക്കെ എക്സ്ട്രീം ആണ്. ഉണ്ട് കുറെ ട്രാജിക് സംഭവങ്ങളൊക്കെ. അത് ഞാൻ +2 പഠിച്ചോണ്ട സമയത്തൊക്കെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചൈൽഡ്ഹുഡ് അത്ര അടിപൊളിയല്ലായിരുന്നു. പിന്നെ അതിൽ നിന്നൊക്കെയാണ് ക്യാമറയാണ് സേവ് ചെയ്തത്. അപ്പം എന്തുവാ, അതേ ആ ഒരു പവറിൽ തന്നെയാണ് തിരിച്ചപ്പോൾ ഞാൻ ഈ ഒരു ഓരോ പ്രശ്നം വന്നപ്പോഴും എല്ലാം കഴിഞ്ഞ് അവസാനിച്ചെന്നുള്ള മൈൻഡിലായിരുന്നു. ബട്ട് ഞാൻ ആലോചിച്ചു, ആ ഒരു ലൈഫേ ഉള്ളൂ, എന്തൊന്നും കാര്യമില്ല, ഫേസ് ചെയ്യുക, മൈൻഡിലെത്തി. പിന്നെ എന്തുവാ അതിനകത്ത് ഫോക്കസ് ചെയ്തു. പിന്നെ വേറെ ഒന്നും മൈൻഡിൽ വെച്ചില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ചിലപ്പം എന്തുവാ ഓരോ പ്രശ്നങ്ങളും, മനുഷ്യരാണല്ലോ, എന്തൊക്കെ അബദ്ധങ്ങൾ പറ്റുന്നതായിരിക്കും അവർക്കൊക്കെ. അപ്പൊ അങ്ങനെ സംഭവിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എന്ത് പറയണ്ടേ, ഓർക്കാൻ ആലോചിക്കാത്ത കുറെ ദിവസങ്ങളാണത്. അപ്പൊ ഇതിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പാരന്റ്സിന്റെ ഒക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? അവർക്കൊക്കെ എന്നെ അറിയാം, ഞാൻ എങ്ങനെയാണെന്നുള്ളത് അവർക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. പപ്പടിക്കലാണെങ്കിലും ഉമ്മച്ചടിക്കലാണെങ്കിലും എല്ലാം ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. എന്റെ പെങ്ങളിക്കലാണ് ഏറ്റവും കൂടുതൽ എല്ലാ കാര്യങ്ങളും പറയുന്നത്. അവളിക്ക് എല്ലാം എന്റെ എല്ലാം അവൾക്കറിയാം. അവൾക്ക് എല്ലാം, കാരണം കുഞ്ഞിലെ തൊട്ട് ഞാൻ അവള് നമ്മൾ അത്രയും പോകണം. ഞങ്ങൾ 7 വയസ്സിന് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ കൊച്ചിലെ തൊട്ട് അവളെ വീട്ടുകാരെ അടിച്ചാലും ഞാൻ കരയും, ഞാൻ പ്രശ്നം ഉണ്ടാക്കും, അങ്ങനെയാണ്. അപ്പൊ ഞങ്ങളുടെ അത്രയും ബോണ്ടാണ്. എല്ലാം അവളിക്കലാ പറയുന്നത്. അപ്പൊ അതൊക്കെ ഉള്ള കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെയൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. സത്യം ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം പോയവരെക്കാട്ടി നല്ലത് ഇപ്പോഴും കൂടെ നിൽക്കുന്നവരെ. അങ്ങനെ ഫ്രണ്ട്സ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? കുറെ പേരുണ്ട്. എനിക്ക് നിൽക്കുന്ന കുറച്ച് പേരുള്ളൂ. പറഞ്ഞ ആകാശ്, പിന്നെ പറഞ്ഞ കസ്ന, അങ്ങനെ എന്റെ സർക്കിളുള്ള കുറച്ച് കുഞ്ഞു സർക്കിളാണ്. സർക്കിളൊന്നും അല്ല. ഇപ്പൊ ക്രിയേറ്റർ ആവാൻ ട്രൈ ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ ക്രിയേഷന്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിലുള്ളവർ, അവർ ഏറ്റവും വലിയ സ്ട്രഗിൾ എന്താ? ഈ പറഞ്ഞ കൺസിസ്റ്റന്റ് ആകാന്നുള്ള സംഭവമാണ്. ഈ പറഞ്ഞ എന്നെ കണക്ക് പെർഫെക്ഷൻ നോക്കിയിരുന്ന അവിടെ ഇരിക്കത്തേ ഉള്ളൂ, ഇവിടെ എത്തത്തില്ല. അത് സത്യം പറഞ്ഞാൽ കൺസിസ്റ്റന്റ് ആകുക. എന്നാണോ വരുന്ന സംഭവം അപ്പൊ ചെയ്യാന്നുള്ള സംഭവമേ ഉള്ളൂ. വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും ചിന്തിക്കുന്ന ഒരേ രീതിയിലായിരിക്കും. ചിലപ്പോൾ എനിക്ക് കിട്ടുന്ന കണ്ടന്റ് ആയിരിക്കും വേറെ ആൾ കിട്ടുന്നത്. ചിലപ്പോൾ എടുക്കുന്ന പാറ്റേൺ വേറെ ആയിരിക്കും. അപ്പം ഒരു കണ്ടന്റ് എന്തെങ്കിലും നല്ലൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ എക്സിക്യൂട്ട് ചെയ്യുക, വേറെ പെർഫെക്റ്റ് ടൈമിന് വെയിറ്റ് ചെയ്യാതിരിക്കുക. അതാണ് ഏറ്റവും പറയാനുള്ളത്. കൺസിസ്റ്റന്റ് ആകുക. കൺസിസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സെറ്റ് ആവും. ഈ സിനിമ കണ്ടിട്ട്, ഈ പെർഫോമൻസ് കണ്ടിട്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു? കാരണം ഇൻഡസ്ട്രിയിൽ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ. ബിക്കോസ് ഇത് കുറച്ച് ഇപ്പൊ സെക്കൻഡ് മൂവിയാണ്. അല്ലാണ്ട് തന്നെ ഇൻഡസ്ട്രി സർക്കിളിൽ പലരുമായിട്ട് നല്ല കണക്ഷൻസിലുള്ള ആളാണ്. അപ്പൊ എന്താ ഇവരൊക്കെ കണ്ടിട്ട് പറഞ്ഞു? അസ്കരിക്ക് ആദ്യം വിളിക്കുന്നത്. അസ്കരിക്ക് കണ്ടിട്ടില്ലായിരുന്നു. അസ്കരിക്ക് കൊള്ളാം കേട്ടോ, ഞാൻ വീഡിയോസ് ഫോട്ടോ കണ്ടായിരുന്നു, സെറ്റാണ്, നെറ്റാകും എന്നൊക്കെ പറഞ്ഞ് ഫ്യൂലൊക്കെ തരും എല്ലാവരും. ഭയങ്കര മോട്ടിവേഷൻ എല്ലാവരും. കാരണം എന്താ പറയുന്നത്, ഇപ്പം കണക്ക് തന്നെ കുറെ കണക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ കോർ കണക്ഷൻസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസോസിയേറ്റ്സ്, അസിസ്റ്റൻസ്, കോസ്റ്റ്യൂമിലുള്ളവർ, അങ്ങനെ കുറെ പേരുണ്ട്. അവരോട്ട് ഭയങ്കര ബോണ്ടായിരുന്നു. എല്ലാത്തിലും പോകുമ്പോൾ അവരോട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആണ്. നമുക്ക് ഇഗ്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദുരൂഹ സാഹചര്യത്തിനകത്ത് എന്റെ കോസ്റ്റ്യൂം ചെയ്തത് ഇഗ്ലാസാണ്. അപ്പൊ ഇഗ്ലാസിനെ വിളിച്ചു. ഇഗ്ലാസിലേക്ക് പറഞ്ഞാൽ ഞാൻ കുറെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇഗ്ലാസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടപ്പോഴും. അപ്പം എന്താ പറയണേ, അത് സത്യം പറയട്ടെ ബ്രോ, ഇത്രയും പറയാനുള്ളൂ എനിക്ക്. എല്ലാത്തിനെക്കാട്ടി ഉപരി ഞാൻ വേറെ ആരുടെയൊക്കെയോ സ്വപ്നത്തിൽ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പലരെ ഒരു കോടിക്കണക്കിന് ആൾക്കാരുടെ സ്വപ്നത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കണം, പലരുടെ സ്വപ്നത്തിൽ. അപ്പം അവർ ഈ ഒരു ഇതിലെത്താൻ വേണ്ടി കൊതിക്കുന്നുണ്ട്. അപ്പം അത് ഞാൻ ശരിക്കും ഗ്രേറ്റ്ഫുൾ ആണ് ആ കാര്യത്തിൽ.
കാരണം ഈ ഒരു ഇതിലെത്തിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. അപ്പൊ ഇങ്ങനത്തെ പറഞ്ഞ ബ്രോ പറഞ്ഞ കുറെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ഇപ്പോഴും ഒരു ത്രില്ലുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത് കുറെ പേര് പറയുമ്പോഴും ഇപ്പൊ അസ്കരിക്ക് വിളിക്കുമ്പോഴാണ് കുറെ പേര് പറയുമ്പോഴാണെങ്കിലും എനിക്ക് ആ സാധനം ലൈക്ക് ഓക്കെ ഞാൻ ഇങ്ങനെ ആയല്ലേ, ഞാനൊരു 2 സിനിമയിൽ അഭിനയിച്ചല്ലേ, ആ സാധനം എനിക്ക് ഡ്രീം മൂവ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇനിയിപ്പോ വാട്ട് ഇസ് യുവർ ഫ്യൂച്ചർ പ്ലാൻ? ഇങ്ങനെ കോണ്ടന്റ് ആണോ അല്ലെങ്കിൽ നമ്മളൊരു പരിപാടിയിലേക്ക് ഫോക്കസ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ആക്ടിങ് കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്? ഞാൻ 2-3 സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു സീരീസ്. അപ്പം ഞാൻ ഏതെങ്കിലും ഒരു OTT പ്ലാറ്റ്ഫോമിൽ പിച്ച് ചെയ്യാന്നുള്ള മൈൻഡിലാണ് ഇരിക്കണേ. ഓക്കെ, അതൊരു മാജിക്കൽ റീൽസും പരിപാടിയും സാധനം സെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഒന്ന് ഓണാക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ അഭിനയം, ആരെയൊക്കെ അഭിനയിക്കാൻ വിളിക്കണമെങ്കിൽ ഞാൻ പോയി അഭിനയിക്കും. ഇങ്ങനത്തെ ക്യാരക്ടർ എല്ലാം വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അതെ, അപ്പൊ അതുണ്ട്. പറഞ്ഞ മെയിൻ ഡയറക്ഷനും ഉണ്ട്. ഒരു സ്വന്തമായിട്ടൊരു വർക്ക് ചെയ്യണം, എന്നിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, ഓൾറൈറ്റ്. ഐ മീൻ സ്പെഷ്യലി ആലപ്പുഴക്കാരനായത് ഞാനിത് എനിക്ക് അങ്ങനെ ജനറലി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എല്ലാവരും പറയുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും, ഇടയിൽ നിർത്തിയിട്ട് പോടേ ഇത്, അത് നിന്നെ കൊണ്ടൊന്നും വയ്യ എന്നുള്ളത്. അപ്പോൾ ഈ 2 പടം വന്നപ്പോൾ ഇവരുടെ ഒരു അഭിപ്രായം എന്താ, ഈ നമ്മളുടെ ഈ ഡീമോട്ടിവേറ്റ് ചെയ്തവരുടെ? എനിക്ക് പടം വന്ന സമയത്ത് സിനിമ കണ്ടതിനെക്കാട്ടി കൂടുതൽ പ്രൊമോഷൻസിന് ഞാൻ പോയപ്പോൾ ആ വീഡിയോസ് കണ്ടാണ് കുറെ പേര് നാട്ടിലുള്ളവരാണേലും സിനിമ കേറിയോ, ഓ അങ്ങനെയൊക്കെ കാര്യങ്ങൾ എത്തില്ല. അപ്പൊ ഫസ്റ്റ് സിനിമ കാണാത്തവരുണ്ട്, അപ്പൊ ഈ വീഡിയോ കണ്ട ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. വരുമ്പോഴാണെങ്കിലും ഭയങ്കര സ്നേഹമായിരുന്നു. ലൈക്ക് എന്തുവാ, കണ്ട ഹായ് പറയുന്നവര് വന്നിട്ട് എന്തുണ്ട് എന്നുള്ള സംഭവത്തിലൊക്കെ എത്തി. ഭയങ്കര ഹാപ്പിയാണ്. അതാണ് അപ്പൊ സിനിമയുടെ മാജിക് ആണത് അല്ലേ? അതെ, സത്യമാട്ടോ. അത് വേറൊരു പരിപാടിയാണത്. ഈ ചാക്കോച്ചൻ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ക്രൂ ഇവരുടെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ഒരു എക്സ്പീരിയൻസ് അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് വർക്കിനെക്കാട്ടി കൂടുതൽ അതാണ് എക്സ്പീരിയൻസ്. ചാക്കോച്ചനൊക്കെ അടിപൊളിയാണ്, കിഡിലെ മനുഷ്യൻ അവരൊക്കെ. ചാക്കോച്ചൻ, ദിലീഷ് പോത്തൻ, ജാഫ്രിക്ക, പിന്നെ ചിദംബരം, എല്ലാവരും അവരൊക്കെ അടിപൊളിയാണ്. ലൈക്ക് അവരുടെ മൈൻഡ് സെറ്റ് ആണല്ലോ, സംസാരിക്കുന്നതാണേലും. ഞാൻ ബസ്സിൽ കയറി കഴിയുമ്പം അവർ സംസാരിക്കുമ്പോഴാണെങ്കിലും ഭയങ്കര ഫണ്ണാണ്. നമ്മളൊരിക്കലും എന്താ പറയുന്നത് ബോറടിപ്പിക്കാത്ത രീതിയിലാണ്. വെച്ച് കഴിഞ്ഞാൽ കൂടെ കട്ടൊക്കെ നിർത്തും. ഈ ചാക്കോച്ചനാണെങ്കിലും ഇപ്പൊ എവിടെയും പോയി കഴിഞ്ഞാൽ പേരെന്തുവാടാ അങ്ങനെ അവരാണെങ്കിലും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പൊ ദിലീഷ് ചേട്ടനാണെങ്കിലും ഭയങ്കര സപ്പോർട്ടായിരുന്നു. എനിക്ക് പറഞ്ഞ് സെറ്റാവുന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു നിലക്കണ്ടേ വിളിക്കണേ, ചിദംബരത്തോട് പറഞ്ഞു വിളിക്കണേ ചോദിച്ചിട്ടുണ്ട് നമ്മള്. അതെ അതെ അതെ. അപ്പം പ്ലാൻ ചെയ്തിട്ടുള്ള വെബ് സീരീസും ബാക്കി കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് തന്നെ പോട്ടെ, അടിപൊളിയാവട്ടെ. അപ്പം തൃക്കണ്ണുമായിട്ട് ഇങ്ങനെ എന്താ പറയാ അടിപൊളിയായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.